കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും കോൺഗ്രസ് എം പി ശശി തരൂരും തമ്മിൽ വൻ വാക്പോര്. ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ വാദിക്കുകയാണ് രണ്ടുപേരും. വിമാനങ്ങൾ വൈകുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ മോദി സർക്കാർ ഉണ്ടാക്കിയതാണെന്ന് ശശി തരൂർ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നതിനെ തുടർന്നാണ് വാക്പോരിന് തുടക്കമായത്. വിമാനങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വാക്പോര് രൂക്ഷമാവുകയാണ്. ശശി തരൂർ വെറുതെ ഇരുന്ന് വിമർശനം ഉന്നയിക്കുന്നതാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് സിന്ധ്യ പ്രതികരിച്ചത്. സിന്ധ്യ പക്ഷം മാറിയതോടെ ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലായ്മ എന്നുള്ള മോദി സർക്കാരിന്റെ നയം കൂടി സ്വീകരിച്ചിരിക്കുകയാണെന്ന് തരൂരും തിരിച്ചടിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മോദി സർക്കാരിന്റെ പ്രശ്നങ്ങളല്ല എന്നും ശശി തരൂർ ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. തെരഞ്ഞെടുത്ത ചില വാർത്തകൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ തരൂർ ഗവേഷണം നടത്തിയെന്ന് പറയാനാകില്ല എന്ന് പ്രതികരിച്ച ജ്യോതിരാദിത്യ സിന്ധ്യ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വ്യോമയാന രംഗത്തുണ്ടായ വികസന നേട്ടങ്ങളുടെ കണക്കുകളും നിരത്തി. വ്യോമയാന രംഗത്ത് വളർച്ചയുണ്ടെന്ന് നിരാകരിക്കുന്നില്ലെന്ന് പ്രതികരിച്ച തരൂർ സർക്കാരിന്റെ ആസൂത്രണത്തിൽ വ്യക്തമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിഹാരമാർഗങ്ങൾ തയ്യാറാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടി. കോടിക്കണക്കിന് പണനഷ്ടമുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങൾ തടസ്സപ്പെട്ടു. ഈ ഉത്സവകാലത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായില്ല. ഇതൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ആളുകളെ ഓരോ പേരു വിളിച്ച് സമയം കളയുകയാണെന്നും തരൂർ കുറ്റപ്പെടുത്തി. തന്റെ ഗവേഷണത്തിലും മറ്റുമല്ല, യാത്രക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് വേണം മന്ത്രി ശ്രദ്ധ കൊടുക്കാൻ. അങ്ങനെ വന്നാൽ തന്റെ മന്ത്രാലയത്തിന്റെ പിടിപ്പുകേടുകളും തയ്യാറെടുപ്പുകളുടെ അഭാവവും അനവധി പഴുതുകളുമടക്കം പരിഹരിക്കാനുള്ള സമയം അദ്ദേഹത്തിന് ലഭിക്കുമെന്നും ശശി തരൂർ സിന്ധ്യയെ ചൂണ്ടിപ്പറഞ്ഞു. അതേസമയം വിമാനം വൈകുന്നതിൽ യാത്രക്കാർ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഡൽഹി ഗോവ ഇൻഡിഗോ വിമാനം മണിക്കൂറുകളോളം വൈകിയതോടെ റൺവേയിൽ ഇറങ്ങിയിരുന്ന് ഭക്ഷണം കഴിച്ചും വിശ്രമിച്ചുമാണ് യാത്രക്കാർ പ്രതിഷേധിച്ചിരുന്നത്. റൺവേയിൽ യാത്രക്കാർ ഇരിക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ജനുവരി 14 രാവിലെ 9:15 ഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനം മണിക്കൂറുകളോളമായിരുന്നു വൈകിയത്. ജനുവരി 15 ഉച്ച കഴിഞ്ഞ് വിമാനം യാത്ര ആരംഭിച്ചെങ്കിലും 5 മണിയോടെ മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. ഇതാണ് യാത്രക്കാരെ അസ്വസ്ഥരാക്കിയിരുന്നത്. ഡൽഹിയിലെ മൂടൽമഞ്ഞാണ് വിമാനം വൈകാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വിമാനം വൈകിയതിനെ തുടർന്ന് പൈലറ്റിനെ യാത്രക്കാരൻ മർദ്ദിച്ച സംഭവം വരെ ഉണ്ടായിരുന്നു. മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം അപകടകരമായി തുടരുകയാണ്. ശരാശരി താപനില 3 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിലേക്ക് തിരിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സംഘത്തിന്റെ വിമാനവും മണിക്കൂറുകളോളമാണ് വൈകിയിരുന്നത്.